പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19:5. ആ സ്ഥലത്ത് ചെന്നപ്പോൾ യേശു മേലോട്ടു നോക്കി സക്കായിയോട് കർത്താവ് പറഞ്ഞു, താഴെ ഇറങ്ങുവിൻ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടവനാകുന്നു. ഈ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ, ചില വചന ചിന്തകൾ നിങ്ങളായിട്ട് ഞാൻ പിന്നെയും കടന്നു വരികയാണ്. സക്കായി ചുങ്കക്കാരുടെ പ്രമാണിയാണ്. പലരെയും ചുങ്കം പിരിക്കുവാനായിട്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് സക്കായി. പല സ്ഥലത്തും ചുങ്കം പിരിക്കുവാൻ ഓരോരുത്തരെ ആക്കി വെക്കുന്ന വ്യക്തി. എന്നാൽ ഈ സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് തോന്നിയപ്പോൾ, ഹല്ലേലൂയ, ആ സക്കായി ഒരു കാട്ടത്തിയുടെ മരത്തിന്മേൽ കയറിയിരുന്നു. ഹല്ലേലൂയ. കാട്ടത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്തതാണ്. കാട്ടത്തി ഒരു ഫലവും ഒന്നിനും കൊള്ളില്ലാത്ത ഈ കാട്ടത്തിയുടെ ആ വൃക്ഷത്തിൻ്റെ മേൽ കയറിയിരുന്നു. യേശു എരിഹോവിലൂടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവനെ മേലോട്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരുവിൻ. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് അറിയുന്നവനാണ്. ശുദ്ധാത്മാവ് പറയുന്നത്, നമ്മൾ ഇരിക്കുന്നതും നമ്മൾ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ നമുക്കറിയാൻ കഴിയും. ഈ കർത്താവ് ആ വഴിയിലൂടെ നടക്കുമ്പോൾ സക്കായിക്ക് ആരും അറിയാണ്ട് യേശുവിനെ കാണണം, യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണം എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് അവൻ മറ്റുള്ളവരിലേക്കാൾ അവൻ യേശുവിനെ എങ്ങനെയൊന്ന് അറിയണം, കാണണം എന്നുള്ള ആ തീരുമാനത്തിൻ്റെ മുന്നിൽ അവൻ ഒരു ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കാട്ടത്തിയുടെ മേൽ കയറിയിരിക്കാനിടയായിത്തീർന്നു. എന്നാൽ യേശു ആ വഴി വന്നപ്പോഴേക്കും, ഹല്ലേലൂയ, അവനെ നോക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. യേശു നമ്മളെ അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും അറിയുന്നവനാണ്. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ആ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ഈ കാട്ടത്തിയെ നിർമ്മിക്കും മുന്നമേ, കാട്ടത്തിയെ ഉണ്ടായ നാൾ മുതൽ ഈ സക്കായിനെ അറിയുന്നു. അതാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുന്നമേ നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. യാക്കോബിനോട് പറയുന്നുണ്ട്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുന്നമേ നിന്നെ ഞാൻ കണ്ടു. ലോകസ്ഥാപനത്തിനു മുന്നമേ ക്രിസ്തുവേശുവിൽ നമ്മെ കണ്ട ഒരു ദൈവം. ഈ കണ്ട ദൈവം സക്കായിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സക്കായിയെ, ഇപ്പോൾ നിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കേണ്ടതിനാണ്. കാട്ടത്തി ഈ ഒരു ദൈവിക പ്രവൃത്തി അവന് വെളിപ്പെട്ടപ്പോൾ കർത്താവ് അവനെ കണ്ടു. അവൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് വന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്യായമായി പിടിച്ചുണ്ടാക്കിയ അതെല്ലാം അവൻ പറയുന്നുണ്ട്, ഞാൻ ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം എന്ന്. അവനാ വന്ന മാനസാന്തരമാണ് ഏറ്റവും വലിയ ചിന്താവിഷയം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയായിരുന്നു കാട്ടൊലുവായിരുന്ന നമ്മെ, കാട്ടത്തിയായിരുന്ന ആ സക്കായിയെ നല്ല ഒരു കാട്ടത്തിയായ ക്രിസ്തു അവിടെ നിന്നിട്ട് പറയേ, നിന്നെ ഞാൻ വെട്ടിയെടുക്കാൻ പോവുകയാണ്.
ആ വെട്ടിയെടുക്കണേൻ്റെ ആ ആദ്യ സ്നേഹപ്രകടനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ പറയുന്നത്, ഞാൻ ചതിവായി വാങ്ങിച്ചതെല്ലാം 4 ഇരട്ടിയായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചു. നമ്മൾ ഇതുപോലെ തന്നെയാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ, മാനസാന്തരപ്പെട്ട് ദൈവസഭയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ആ സക്കായിക്ക് അനുഭവപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് അവനെ ആ കാട്ടത്തിയിൽ നിന്നും, ഫലമില്ലാത്ത അത്തിയിൽ നിന്നും, ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്തവൻ, അവൻ പാപിയുടെ കൂടെ പാർക്കാൻ പോകുന്നെന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. ഇവൻ ആ പാപിയുടെ വീട്ടിൽ പാർക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന് വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു, ഒരു അർഹതയുമില്ലായിരുന്ന ആ സാഹചര്യത്തിൽ കർത്താവ് പറയാൻ, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. നമുക്ക് ഈ ദൈവത്തെ അറിയുവാനും ഈ ദൈവത്തെ സേവിക്കുവാനോ ഒരു യോഗ്യതയുമില്ലായിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തേടി വരുവാനിടയായിത്തീർന്നു. അപ്പോൾ ഹല്ലേലൂയ, വചനത്തിൽ പറഞ്ഞ് കാട്ടൊലുവായിരുന്ന നമ്മെ അവൻ വെട്ടിയെടുത്തു. നല്ല ഒലുവായവൻ അവിടെ വന്ന് നിൽക്കുകയാണ്, നല്ല കാട്ടത്തിയായവൻ അവിടെ വന്ന് നിൽക്കുകയാണ്. നീ ഇറങ്ങി വന്നാൽ, നീ ഇപ്പോൾ ഇറങ്ങി വരുവിൻ, ഞാൻ നിന്നെ എന്നോടുകൂടെ പാർപ്പിക്കുന്ന ഒരു അനുഭവം, എന്നോടുകൂടെ വസിപ്പിക്കുന്ന ഒരു അനുഭവം, നിന്നെ ഞാൻ ഒടിച്ചെടുത്ത് നിന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവിക സ്നേഹം. ഇത് കണ്ടപ്പോഴാണ്, ഇതാണ് പൗലോസ് പറയും, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തിയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നീയോ അത് വിട്ടോടി. പഴയ പ്രവൃത്തി, ദേഷ്യം, കോപം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ഈ വക വിരുദ്ധമായി ചെയ്യുന്നതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒടിച്ചു കളഞ്ഞു. ആ പഴയ കാട്ടത്തിയിലുമേ അവൻ ഒടിച്ചു കളഞ്ഞിട്ട് നല്ല ഒരു കാട്ടത്തിയുടെ മേലേക്ക് ആ സക്കായിയെ ഒട്ടിച്ചു ചേർക്കുന്ന ഒരു മാറ്റം ചെയ്യുന്ന അവസ്ഥ മാറി. പിന്നെ അവനിൽ വരുന്നത് ഫലങ്ങൾ മാറി. അവൻ്റെ പിന്നെ മനുഷ്യനായി മാറി. ഒരു മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായിപ്പോയ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായിരുന്നു. ഇവന് ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ മാത്രമുണ്ടായിരുന്ന സക്കായിയെ ദൈവം കണ്ടു, ദൈവം നോക്കിയപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നോക്കിയപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ മാനസാന്തരപ്പെടുവാനുള്ള ദൈവിക ആത്മീയ അധികാരം നമ്മളിൽ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായിത്തീർന്നു. കർത്താവ് ഹല്ലേലൂയ യെരിഹോവിൻ്റെ ആ വീതിയിലൂടെ നടന്നപ്പോൾ സക്കായിയെ ഹല്ലേലൂയ മാനസാന്തരം വന്നു. ആ കാട്ടത്തിയായ, ഒരു ഫലവുമില്ലാത്ത, ഫലവും കൊടുക്കാത്ത ആ കാട്ടത്തിയുടെ മേലെ നിന്നപ്പോൾ, എന്നാൽ ഫലമുള്ളവനായ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനിടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ നമുക്ക് അറിയാം, ശൗൽ എന്ന പൗലോസ്. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ മുറ്റിൽ ഹല്ലേലൂയ സഭയെ ഉപദ്രവിക്കുവാനുള്ള അധികാര പത്രവുമായിട്ട് അവൻ മുന്നേറുമ്പോൾ ഹല്ലേലൂയ ദൈവം അവനെ അവിടെ വെച്ച് ഹല്ലേലൂയ ആ കുതിരപ്പുറത്തുനിന്ന് അവനെ തള്ളിയിടുവാനിടയായിട്ട് അവിടെ ഒരു കണ്ടുമുട്ടലാണ് അവിടെ കടന്നത്. എങ്ങനെ കണ്ടുമുട്ടത്? ഇവൻ ആരാന്നറിയാവോ? ഈ യഹൂദ ഗോത്രക്കാരനും ബെന്യാമിൻ ഗോത്രക്കാരനും കൂടിയുള്ള ഒരു കണ്ടുമുട്ടൽ കണ്ട. ഇവന്റെ ജീവിതത്തിൽ ഒരു കണ്ടുമുട്ടലുണ്ട്. ഇവൻ പറയുന്നു, നീ ആരാകുന്നു കർത്താവേ? നമ്മുടെ ജീവിതത്തിലും നീ ആരാകുന്നു? അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ. കൊലോസ്യർക്കെതിരെ ലേഖനത്തിൽ ആ വാക്യം ഒന്നുകൂടെ പറയാം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യർ 1:14. അവനിൽ നമുക്ക്
പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സർവ്വത്തിനും ആധാരമാകുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കുമാറ് അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും അവനെ കൊണ്ടും തന്നോടും നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. ഇതാണ് ദൈവം, സർവശക്തനായ ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എഴുതി വെക്കാൻ, അവൻ ആരാണ്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതൻ. കണ്ട, ഇങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് പൗലോസ് കണ്ടുമുട്ടിയത്. ഏതായിരുന്നു? ബെന്യാമിൻ ഗോത്രം, മതത്തിൻ്റെതായ എല്ലാ ക്വാളിറ്റി ഉള്ളവൻ. അവനെക്കുറിച്ച് പറയുന്നത് 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുവാനിടയായി തീർന്നു. കണ്ട, ഇത്ര മാത്രം ശ്രേഷ്ഠതയുണ്ടായിരുന്നവനെ, ഹല്ലേലൂയ, സഭയെ തന്നെ ഉപദ്രവിക്കുവാനായിട്ട്, തൻ്റെ സഭയെ ഉപദ്രവിക്കുവാനായിട്ട് ഒരു ആധികാരിക പത്രവുമായിട്ട് അവൻ പുറപ്പെടുമ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ തൊടുവാനായി. ഇവനാരാണ്? ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ ഗോത്രക്കാരനെന്ന് പറഞ്ഞാൽ കടിച്ചു കീറുന്ന ചെന്ന. എന്നാൽ യഹൂദ ഗോത്രക്കാരൻ അവനെ തൊടുവാനിടയായി തീർന്നു. ഒരു കണ്ടുമുട്ടൽ വെളിപ്പെടുവാൻ തീർന്നു. ഈ കണ്ടുമുട്ടൽ അവന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിതെല്ലാം ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ചിലരെ ഈ വചനം കേൾക്കുമ്പോൾ ചിലരിലേക്ക് മേൽ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവരും. ഒരു കാട്ടൊലുവായിരുന്ന നിന്നെ വെട്ടിയെടുക്കുന്ന, ആ വെട്ടിയെടുക്കുമ്പോഴുള്ള ഒരു ദൈവസ്നേഹമുണ്ടല്ലോ. നീ ആരാവുന്നു കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനിടയായിത്തരും. ഈ ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിൽ വെട്ടിയെടുക്കുമ്പോഴുള്ള ഒരു സ്നേഹമുണ്ടല്ലോ. ഹല്ലേലൂയ, ഒരു യോഗ്യതയുമില്ലായിത്തരുന്ന നിന്നെ, ഹല്ലേലൂയ, ഇസ്രായേലും പൗരത്വത്തിന് യോഗ്യതയുമില്ലായിത്തരുന്നവനെ നിന്നെ, ഹല്ലേലൂയ, ആ അബ്രഹാമിൻ്റെ സന്തതിയിലേക്ക്, അബ്രഹാമിൻ്റെ ആ അവകാശത്തിലേക്ക് നിന്നെ ഒട്ടിച്ചു ചേർക്കുന്ന ആ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹം ഇന്ന് നിന്നെ മാടി വിളിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിലേക്ക്, ഈ സ്നേഹത്തെ നീ ഒന്ന് കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്ന ദൈവത്തിൻ്റെ കരുണയാണ്. സക്കായിയെ കണ്ടുമുട്ടിയതുപോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ശൗലിനെ കണ്ടുമുട്ടിയതുപോലെ, ഒരു ബെന്യാമിൻ ഗോത്രക്കാരനെ ഹല്ലേലൂയ കർത്താവ് കണ്ടുമുട്ടിയതുപോലെ നിന്റെ ജീവിതത്തിലും കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരും. ഇങ്ങനെ ഉറച്ചിരിക്കുന്ന ആ പൗലോസ് അപ്പോസ്തലൻ പറയും, എങ്കിലും ഈ അത്യന്ത ശക്തി, കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 7:14 കാണുന്നുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനമെന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കണ്ട, ഇതാണ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുടെ പറയണേ ഈ അത്യന്ത ശക്തി, ഈ ദൈവിക സ്നേഹം, ഈ സ്നേഹത്തിൻ്റെ ചങ്ങല നമ്മളിലേക്ക് ബന്ധിക്കപ്പെടുന്ന ആത്മസ്നേഹമുള്ളപ്പോൾ ഏത് കഷ്ടത വന്നാലും നിരാശ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ വേർതിരിക്കാൻ പൗലോസ് പിന്നെയും പറയാണ്. റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:35 പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ
നിന്റെ നിമിത്തം ഞങ്ങൾ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ള ഉയരത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഉറച്ചിരിക്കുന്നു. ചിലവരെ ഉറപ്പിക്കാൻ പോകുന്നു. നീ കഷ്ടതയുണ്ടോ, പരിഹാസമുണ്ടോ, നിന്നയുണ്ടോ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുന്നതായ ചില ഹല്ലേലൂയ കഷ്ടതകൾ വരുന്നുണ്ടോ? എന്നാൽ പൗലോസ് പറയാണ്, ഈ അത്യന്ത ശക്തി ഹല്ലേലൂയ നമ്മളിൽ ഈ മൺകൂടാരത്തിലാണ്. ഈ മൺകൂടാരത്തിലുമാണ് ഹല്ലേലൂയ ദൈവം അതിനെ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്, ഇവിടെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പത്രോസ് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുതേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുള്ളവരാകുന്തോറും, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുള്ളവരാകും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. നമ്മളിൽ വസിക്കുന്നത് കർത്താവ് സക്കായിയോട് പറഞ്ഞതുപോലെ നമ്മളിൽ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മളിൽ ആവസിക്കുന്നുവല്ലോ. കണ്ട, എത്ര ശ്രേഷ്ഠമായ ആ വചനമാണ്. നമ്മളിരിക്കുന്നവൻ സക്കായിയോട് പറഞ്ഞ്, ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കുന്നു. ഭവനത്തിൽ, ഇന്ന് നിന്റെ ഭവനത്തിലാണ്. ഹല്ലേലൂയ. യഹൂദ ഗോത്രക്കാരൻ കടിച്ചു കീറുന്ന ചെന്നായും ഹല്ലേലൂയ യഹൂദ ഗോത്രക്കാരൻ കൂടിയുള്ള തമ്മിൽ ഒരു കണ്ടുമുട്ടൽ നടന്നപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടോ? ഹല്ലേലൂയ. എത്ര അധികാരവും എത്ര പദവിയും എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടു. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ സേനാധിപതിയായി, ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയായി ഹല്ലേലൂയ തെരഞ്ഞെടുക്കുവാനിടയായി എന്നിട്ട് പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ പറയാണ്, ഹല്ലേലൂയ ഒരു പടയാളിയെക്കുറിച്ച്, ഒരു ധീരനെ നിങ്ങളുടെ അരക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയൊമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പരിച രക്ഷ എന്ന ശിരസ്വസ്ത്രം ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പിൻ. കണ്ട, ഇതാണ് പൗലോസിന്മേൽ ദൈവം പകർന്ന ഒരു അഭിഷേകം. അവൻ ഒരുക്കമുള്ളവനായിത്തീരുന്നു. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അരക്ക് സത്യം കിട്ടുക, ക്രിസ്തുവിനെ ധരിക്കുക. സത്യമെന്ന ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ധരിക്കുക. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, ഈ ദൈവവചനത്തിൻ്റെ ആത്മാവിൻ്റെ വാള് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാനിടയായിത്തീരും. സകലത്തിന്മേലും പ്രവർത്തിക്കുന്നവൻ, ഒന്നുമില്ലായ്മെന്ന് സകലത്തിൽ മേലും വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേൾക്കുമ്പോൾ നീ ഏത് വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു എന്നാൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സക്കായി അറിഞ്ഞതുപോലെ ഹല്ലേലൂയ ശൗലിനെ തൊട്ടതുപോലെ ഹല്ലേലൂയ നിന്നെ തൊടുവാൻ കർത്താവിന് കഴിയും. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു വരിക. നീ ഫലമില്ലാത്തവനാണോ? എന്നാൽ നിന്നെ മേൽ ഫലം കഴിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിന്ന് മുട്ടുന്നുണ്ട്. മകളെ, മകനെ, നീ എനിക്ക് വേണ്ടി ഒന്ന് ഹൃദയം തുറന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി ഹല്ലേലൂയ നിന്റെ ഭവനത്തിൽ വസിക്കുവാൻ ഞാൻ വരുന്നു എന്ന് പറയുന്ന ഒരു സ്നേഹവാനായ സർവശക്തനായ ദൈവം ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ആ പുത്രത്തിൻ്റെ ആത്മാവ് തന്ന ആ ദൈവാത്മാവ് ഇന്ന് നിങ്ങളുടെ മധ്യ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.